പെയിൻറ്റ് ഓഫ് ആർട്സ് 7436 മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഈ കിണറാണ് ചെങ്കല്ല് ആക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് റോയൽ ടെക്സിൻ്റെ ഫൈൻ ഗ്ലാസ് എന്ന മെറ്റീരിയലാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ മെറ്റീരിയൽ ഇട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തരി കുറഞ്ഞ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. റോയൽ ടെക്സിൻ്റെ ഫൈൻ ബ്ലാസ്റ്റാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ കൂട്ടി തന്നെ മേശിരിമാർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പണിപ്പുരയിലാണ് നമ്മൾ കാര്യം. ഇതിനകത്ത് ഒരുപാട് ഗ്രൗട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് പേപ്പർ പിടിച്ച് കളയാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഏകദേശമൊക്കെ അപ്ലൈ ചെയ്ത് കിണറിൻ്റെ റൗണ്ടെല്ലാം അപ്ലൈ ചെയ്ത് തീർക്കാനുള്ള പരിപാടിയാണ്. അതുമല്ല നല്ല വെയിലുണ്ട് അവിടെ. രാവിലെ തുടങ്ങുന്ന വെയിൽ വൈകിട്ട് വരെ അവിടെ വെയിലാണ്. അപ്പോൾ അത് നമ്മൾ കാര്യമാക്കുന്നില്ല. അപ്പം നമ്മൾ ഈ തമ്പലൈനിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളിതിൻ്റെ കളർ മിക്സിംഗ് ആണ് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ദിവസം എടുത്ത് ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം ഇടാൻ കാര്യം ഒരുപാട് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇട്ട് ഏകദേശം നമ്മൾ നല്ല വൃത്തിയാക്കി. ഇതിനകത്ത് മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെറ്റീരിയൽ ഇടുന്നതല്ല, ഇത് നമ്മൾ നല്ല വൃത്തിയായിട്ട് പേപ്പർ പിടിച്ച് സ്മൂത്ത് ആക്കുക എന്നുള്ളത്. അതിന് നമ്മളൊരു ക്ലോത്ത് പേപ്പർ 120 ക്ലോത്ത് പേപ്പർ എടുത്ത് നല്ല വൃത്തിയായിട്ട് പേപ്പർ പിടിക്കണം. പേപ്പർ പിടിച്ച് നല്ല സ്മൂത്താക്കി എടുക്കുക എന്നുള്ളത്. അതായത് ഒരാൾ വന്ന് അതിനകത്ത് കൈ ഒന്ന് തടവി കഴിഞ്ഞാൽ ഒരു തരി പോലും കൈ തട്ടാൻ പാടില്ല. അതാണ് ഈ പണിയുടെ ഏറ്റവും വലിയ വൃത്തി എന്ന് പറയുന്നത്. നല്ലതുപോലെ പേപ്പർ പിടിക്കുന്നതിനകത്ത് നമ്മൾ യാതൊരു ഇതും കാണിക്കാൻ പാടില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ പേപ്പർ പിടിക്കണം. ഇടുന്നത് നമ്മൾ പെട്ടെന്ന് വാരി വലിച്ചിട്ടാലും നമ്മൾ പേപ്പർ പിടിക്കുമ്പോൾ അത് പേപ്പർ പിടിച്ച് നല്ല വൃത്തിയാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, നല്ല മാർബിൾ കിടക്കുന്ന കണക്ക് കിടക്കും ചെങ്കല്ല്. കണ്ടു നോക്കുക നിങ്ങൾ, നല്ല വൃത്തിയായിട്ട് പേപ്പർ പിടിച്ചിട്ടിരിക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് യെല്ലോ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. യെല്ലോയ്ക്ക് പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്ക് ഐവറി ഷെയ്ഡിന് തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു യെല്ലോ എടുക്കുക. അതല്ല ഐവറി ഷെയ്ഡായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെടുക്കുന്ന ഐവറി ഷെയ്ഡിന് തൊട്ട് മുമ്പായിട്ടൊരു യെല്ലോ ആണ്. അപ്പോൾ ആ യെല്ലോ എല്ലാം അപ്ലൈ ചെയ്ത് കറക്റ്റാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ യെല്ലോ നിങ്ങൾ മറക്കരുത്. ഐവറി ഷെയ്ഡിന് തൊട്ട് മുമ്പായിട്ടിരിക്കുന്ന യെല്ലോ ആദ്യമായിട്ട് ചെയ്യുന്നവരെടുക്കുക. അല്ലാത്തവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. നമ്മളെ മെയിനായിട്ടുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെങ്കലാക്കാനുള്ളത് മിക്സിംഗ് ആണ് പറയുന്നത്. ഡാർക്ക് മെക്കാഡോയും തറാക്കോട്ടുമാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 ലിറ്റർ തറാക്കോട്ടും 1/2 ലിറ്റർ ഡാർക്ക് മെക്കാഡോ കൂടെ മിക്സ് ചെയ്താണ് ആദ്യം നമ്മൾ റോളറിന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. റോളറിന് അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ബലം പിടിച്ച് അപ്ലൈ ചെയ്യാൻ പാടില്ല. ആദ്യത്തെ ഒരു കോട്ട് ലൈറ്റായിട്ട് തന്നെ മേളിൽ കൂടെ ഒന്ന് തൂത്ത് വിടുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയിരിക്കുന്ന ഡാർക്ക് മെക്കാഡോ ബ്രഷിന് നമ്മൾ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ ഈ ഒരുപാട് യെല്ലോ ഡോട്ടുകളെല്ലാം ഒഴിവാക്കി നമുക്ക് ആവശ്യമുള്ള യെല്ലോ ഡോട്ടുകൾ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. നമ്മളിപ്പോൾ അതേ കണക്ക് എടുത്ത ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതുപോലെ കിട്ടും. കറക്റ്റ് ചെങ്കല്ല് കിട്ടും. അതായത് ഒറിജിനൽ ചെങ്കല്ല് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒരു കിണർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ചെങ്കല്ല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം 1/2 ലിറ്റർ ഡാർക്ക് മെക്കാഡോ മാറ്റി വെച്ചതിന് ശേഷം മറ്റേത് അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കി 1/2 ലിറ്റർ എടുത്ത് നമ്മൾ ബ്രഷിന് അപ്ലൈ ചെയ്യുക. ബ്രഷിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡോട്ടുകളെല്ലാം മാറ്റി നമുക്ക് ആവശ്യമുള്ള ഡോട്ടുകൾ മാത്രം എടുക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പം അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണപ്പെട്ട എല്ലാ ആൾക്കാർക്കും ചെയ്യാം. അതായത് നമ്മളിപ്പം ഡിസൈൻ പണി ചെയ്യുന്നവർക്കും വേണ്ടി അല്ല ഇതിട്ടിരിക്കുന്നത്. സാധാരണ എല്ലാ പെയിൻറ്റർമാർക്കും ചെയ്യാം. നമ്മുടെ വീഡിയോ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള എല്ലാ വീഡിയോസും വരും.
ഇതിനുള്ള ഈ കളറിന് മിക്സിങ്ങും കാര്യങ്ങളും ഇതിൻ്റെ ഏതൊക്കെ നമ്പറാണെന്നും എടുക്കുന്നത് എല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഞാൻ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വാട്ടർ ക്ലിയർ അടിക്കുക എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് വാട്ടർ ക്ലിയറാണ്, പക്ഷേ ഇത് 301, അതായത് ഡോക്ടർ ഫിക്സ് 301 വാട്ടർ ക്ലിയറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. കാര്യം അതിന് 2-3 ഗുണമുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫിംഗ് ആണ് സാധനം, അപ്പോൾ വെള്ളപ്പിടുത്തം കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലിയർ, അതായത് വാട്ടർ ക്ലിയർ അടിക്കുന്നതിനെക്കാട്ടി നമുക്ക് നല്ല ക്ലിയറിൻ്റെ ഒരു ഇത് തരുന്നൊരു സാധനമാണിത്. അതായത് ഇത് അടിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അത്രയ്ക്ക് ഗ്ലേസിങ്, അതായത് ചെങ്കല്ല് പോളിഷ് ചെയ്തിട്ടാണ് തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് അടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത് അടിച്ച് ഫുള്ള് വീഡിയോ കാണുമ്പോൾ നോക്ക്, ഇതെല്ലാം അടിച്ചൊരു പ്രൊഫഷനാണ്. ഇതെല്ലാം ചെങ്കല്ല് പോളിഷ് ചെയ്ത് കണക്കിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ നമുക്ക് നല്ലൊരു മെറ്റീരിയലാണ് ഡോക്ടർ ഫിക്സ് 301 ക്ലിയറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടെ അമർത്തുക. ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതായത് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമുക്ക് മെസ്സേജ് അയച്ചാൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ കളർ എങ്ങനെയാണെന്നും ഇതെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് വരും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക.